വയനാട്ടിലെ ആദിവാസി ഉന്നതികളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മാനന്തവാടി നഗരസഭയിലെ പടച്ചിക്കുന്നുന്നതിയിൽ 30-ലധികം കുടുംബങ്ങൾക്ക് ആകെയുള്ളത് ഒരു കുടിവെള്ള ടാപ്പാണ്. ഇതിൽ വെള്ളം വരുന്നതാകട്ടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാനന്തവാടി നഗരസഭയിലെ പടച്ചിക്കുന്ന ഉന്നതിയാണ്. 30-ലധികം വീടുകളുണ്ട്. ആകെയുള്ളത് ഒരു പൈപ്പാണ്. ആ പൈപ്പിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം വരും, ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസം കഴിയും. 5 ദിവസത്തിലൊരിക്കൽ വെള്ളം വരുന്നതുണ്ട്. ചിലപ്പോൾ രാത്രിയോ പുലർച്ചെയോ ആയിരിക്കും വെള്ളം വരിക. ആ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ആകെയുള്ള ആശ്രയം ഈ കിണറാണ്. ഈ കിണർ ഇവരുടെ വീടുകളിൽ നിന്ന് കുറേ താഴെയാണ്. ഇവിടെ നിന്ന് കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ കയറി വേണം ഇവരുടെ വീടുകളിലേക്ക് പോകാൻ. പലപ്പോഴും അത് വലിയ സാഹസമാണ്, പലർക്കും അത് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ വെള്ളമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് ഉന്നതിയിലെ ആളുകൾക്ക് പറയാനുള്ളത്. പലതവണ പരാതിപ്പെട്ടിട്ടും അവർക്ക് അതിനുള്ള മറുപടിയൊന്നും ലഭിക്കുന്നില്ല. വർഷങ്ങളായി ഉള്ള അവസ്ഥയാണിത്. വെള്ളം നമുക്ക് കിട്ടലില്ല. എപ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം വരും, 2 ദിവസം കഴിഞ്ഞാൽ വെള്ളം വരും. നമുക്ക് തീരെ കിട്ടില്ല, നൂല് പോലെ വരും. അത് ഈ 35 വീടുണ്ട്, അവർക്കൊന്നും തികയില്ല. അങ്ങ് ഒരു താഴെ ഒരു വീടുണ്ട്, അതിൽ 2 കുടം വെള്ളം എടുത്തിട്ട് വരും, അതിൽ ഒപ്പിക്കും. ഇന്നലെ മഴ പെയ്ത കൊണ്ട് മഴ വെള്ളം പിടിച്ച് 8-9 മണിയാവും വെള്ളം വരുന്നത്. ഇതിൻ്റെ മേലാണെങ്കിൽ വെളിച്ചം ഉണ്ടാവുക, വെളിച്ചം ഉണ്ടാവില്ല. കണ്ണു കാണുന്നവർ പേർത്തോണ്ട് പോകും. താഴെ കിണറ്റിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. അത് എടുക്കാൻ പറ്റുന്നവരുണ്ട്, എടുക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. 35 വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. 35 വീട്ടുകാരെ എടുത്തു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ കിട്ടി. ദിവസത്തിൽ ഒരു തവണയെങ്കിലും വെള്ളം വന്നെങ്കിൽ മാത്രമേ, ജലവിതരണം ഉണ്ടായാൽ മാത്രമാണ് ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവുക. കൂടുതൽ പൈപ്പ് കണക്ഷനുകൾ അനുവദിക്കുക, അതിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും വെള്ളം വരിക എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അരുൺ കിഷോറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.